മാഡം, അല്ലാതെ നിന്റെ അമ്മായിമ്മയുടെ കല്യാണ വീഡിയോ ഒന്നും അല്ലല്ലോ. മാഡം, എടി, ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. നിന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെങ്കിൽ പറ്റില്ലാന്നും. പുളിങ്കുരു ഒന്നും അല്ലല്ലോ, ചോദിക്കുന്ന പണം തന്നെയല്ലേ എണ്ണി തരുന്നത്. നിന്നെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേറെ ആളെ വെച്ചോളാം. മാഡം ഇപ്പോ എന്തു പറ്റിയെന്നോ? ഇങ്ങോട്ട് നോക്കടി. കണ്ണ് നിറച്ച് കാണും. ചാവാലിപ്പട്ടികളൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നത് നീ നീ ഒറ്റ ഒരാള് കാരണോ, നിന്റെ അനാസ്ഥ കാരണോ ഇതൊക്കെ സംഭവിച്ചത്. മാഡം, ചിപ്പിമോൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോ എന്റെ പാതി ബോധം പോയതുപോലെയായി. പിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കൊന്നും സത്യമായിട്ട് ഓർമ്മയില്ല മാഡം. അങ്ങോട്ട് ശരി. ആന്റിയുടെ മുത്തശ്ശിയുടെ കൂട്ട ഇതിന്റെ രഹസ്യം എന്നൊക്കെ അന്ന് പറഞ്ഞത് ഞാനും കേട്ടതാ. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. അതെന്താ നീ വിശ്വസിക്കാത്ത? ഈ രുചിയെ എനിക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. അത് ഈ പഴങ്കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. പിന്നെ ആന്റി ഉണ്ടാക്കുന്ന ഏത് കറിയിലും ആ രുചി എനിക്ക് കിട്ടുന്നുണ്ട്. മറ്റാരെ എങ്ങനെ കറി ഉണ്ടാക്കിയാലും അതിലൊന്നിലും കിട്ടാത്ത ഒരു പ്രത്യേക രുചി. അത് നിനക്ക് തോന്നുന്നതാ. ഏയ്, ഒരിക്കലും അല്ല. സത്യം പറ ആന്റി, എന്താ ഈ രുചിയുടെ രഹസ്യം? ഇതിലൊരു രഹസ്യമില്ല. അത് അങ്ങനെയൊന്നും പറഞ്ഞു തരാനും എനിക്കറിയത്തില്ല. എനിക്ക് രുചിന്ന് തോന്നുന്നതൊക്കെ ഞാൻ അതിൽ ചേർക്കും. ഉണക്കമീനും മീൻകറിയും തൈരും മുളകും എല്ലാം കാണും. എനിക്കും ഈ പഴങ്കഞ്ഞിയുടെ രുചിക്കൂട്ടൊന്ന് പഠിക്കണം. ആന്റി ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഒരു സ്കൂൾ ക്ലാസ്സിലിരുന്ന് ബുക്കിലെഴുതി പഠിക്കുന്നത് പോലെ അല്ല ഇത്. അവനവന്റെ അനുഭവത്തിലൂടെ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കി തന്നെ പഠിക്കണം ഇത്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ. ഒരു തവണ ആന്റിയുടെ അടുത്തുനിന്നും പഴങ്കഞ്ഞി കുടിക്കുന്നവര് പിന്നെ സുഹൃത്തുക്കളെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരും. മോളെ, ആഹാരം എങ്ങനെ ഉണ്ടാക്കിയാലും അത് ചായക്കടയിലായാലും സദ്യയിലായാലും. ഞാൻ പറഞ്ഞില്ലേ അമ്മ, എനിക്കിപ്പോ ഉള്ളിലാകെ ഒരു കൺഫ്യൂഷനാ. തുടർച്ചയായിട്ട് വരുന്ന തലവേദനയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്നെ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. എത്ര വേഗം എനിക്കതിനുള്ള പരിഹാരം കാണണം. അതുകൊണ്ട് ഞാൻ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു. സൈക്യാട്രിസ്റ്റോ? അതിന് മാത്രം മോൾക്കെന്താ പ്രശ്നം? എന്റെ ഉള്ളിൽ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് മറ്റാരോടും പറയാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. ഞാൻ എന്താന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അതറിയാലോ. ഒരു ഓർഫനേജിലാണ് ഞാൻ വളർന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് അമ്മയ്ക്കറിയാവുന്ന മറ്റു കാര്യങ്ങളും എനിക്ക് അമ്മ ഒന്ന് പറഞ്ഞു തരുമോ? മോളെ, അത് എന്തിനാ ഇനി പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൂടുതൽ വിഷമിക്കുന്നത്? അതൊക്കെ മറക്കുന്നല്ലേ നല്ലത്. അല്ലമ്മേ, എന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ എനിക്കതൊക്കെ അറിഞ്ഞേ പറ്റൂ. ആക്സിഡന്റിന് മുമ്പ് ഞാൻ വളരുന്ന സാഹചര്യങ്ങളും മറ്റും അറിഞ്ഞാ ചിലപ്പോ പഴയതൊക്കെ ഓർമ്മ വന്നേക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. മോളെ, ഹൃദ്രോഗമുള്ള ഒരു കുഞ്ഞിനെ ആരോ ഓർഫനേജിൽ ഉപേക്ഷിച്ചു എന്ന് സിസ്റ്റർ എവലിൻ പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും നിന്നോട് വലിയ സ്നേഹമായിരുന്നു. ഓർഫനേജിലെ അമ്മമാര് നിന്നെ വളർത്തി പഠിപ്പിച്ചു.
പഠിക്കാൻ നീ നല്ല മിടുക്കിയായിരുന്നു. അത് മാത്രല്ല, ഡാൻസിലും പാട്ടിലും വീണ വായിക്കുന്നതിലും എല്ലാം മിടുക്കി. അകത്തിരിക്കുന്ന വീണ ഓർഫനേജിൽ നിന്ന് നീ പോന്നപ്പോ കൊണ്ടുവന്നതാ. സ്കൂൾ മത്സരങ്ങളിലൊക്കെ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിനക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സകളും അവര് തന്നു. പക്ഷേ അപ്പോഴും നിന്റെ അസുഖം കുറഞ്ഞിരുന്നില്ല. അതിനിടയില് ഗൂഗിള് നിന്നെ കാണുന്നതും നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. സിസ്റ്റർ എവലിന് ഒരമ്മയെപ്പോലെ നിന്നെ നോക്കിയിരുന്നത്. കല്യാണം കഴിച്ചപ്പോഴും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നതും അവരായിരുന്നു. ഇതൊക്കെ അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മോൾക്ക് തന്നെ അറിയാലോ. മോളെന്താ ആലോചിക്കുന്നത്? അമ്മേ, എവിടെ ഈ ഓർഫനേജ്? അത് പിന്നെ ഓർഫനേജ്. ആ സ്ഥലപ്പേര് ഏതാന്നാ ഞാൻ ചോദിച്ചേ. അത് ഇടമറ്റം. അമ്മ പൊയ്ക്കോ, മരുന്ന് ഞാൻ കഴിച്ചോളാം.